ഭർത്താവ് ഭാര്യയെ വിളിച്ചു. അവൾ വന്നു ചോദിച്ചു, എന്താ? അവൻ ചോദിച്ചു, എന്റെ പേഴ്സിൽ നിന്ന് പണമെടുത്തോ? അവൾ പറഞ്ഞു, എന്റെ സഹോദരി വന്നിരുന്നു, അവൾ പോകുമ്പോൾ 500 രൂപ എടുത്തുകൊടുത്തു. അവൻ പറഞ്ഞു, എങ്കിലും എന്നോട് ചോദിക്കാമായിരുന്നു. അവൾ പറഞ്ഞു, നീ ഉറങ്ങുകയായിരുന്നു, അതുകൊണ്ട് പിന്നെ പറയാമെന്ന് വിചാരിച്ചു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഇനി മുതൽ എന്റെ പേഴ്സിൽ നിന്ന് ഒന്നും എടുക്കരുത്, ചോദിക്കാതെ പണമെടുക്കണ്ട, നീ സമ്പാദിച്ചാൽ അതിന്റെ വില അറിയാം. അതേസമയം വീട്ടിൽ മരുമകൾ അച്ഛനോട് പറഞ്ഞു, അമ്മയ്ക്ക് സുഖമില്ല, വീട്ടിൽ ആരുമില്ല, ഞാൻ 2 ദിവസത്തേക്ക് പോകട്ടെ? അച്ഛൻ പറഞ്ഞു, അവിടെ നോക്കാൻ ആരുമില്ലേ? നീ പോയാൽ ഇവിടെ കാര്യങ്ങൾ ആരാണ് നോക്കുന്നത്? ഫോണിൽ വിളിച്ചു ചോദിക്കൂ. വിവാഹത്തിന് ശേഷം പെൺകുട്ടിയുടെ വീട് ഭർത്താവിന്റെ വീടാണ്. അവൾ പറഞ്ഞു, ശരി. അല്പസമയം കഴിഞ്ഞ് അച്ഛൻ ഫോണെടുത്ത് സംസാരിച്ചു. ഉടനെ പറഞ്ഞു, ഞാൻ വരാം, മരുമകളെയും കൂടെ കൊണ്ടുവരാം. അച്ഛൻ മരുമകളെ വിളിച്ചു പറഞ്ഞു, നീ തയ്യാറാവൂ, നമുക്കവളെ കാണാൻ പോകാം. അവൾ പറഞ്ഞു, ഞാൻ പോയാൽ ഇവിടെ ആരാണുണ്ടാകുക? ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഫോണിൽ വിളിച്ചു ചോദിക്കാം, ആവശ്യമുണ്ടെങ്കിൽ വേലക്കാരിയെ വെക്കാൻ പറയൂ. അച്ഛൻ ചോദിച്ചു, നീ എന്താണ് പറയുന്നത്? അവൾക്ക് അസുഖമാണ്. അവൾ പറഞ്ഞു, അന്ന് എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞതല്ലേ ഇതെന്റെ വീടാണെന്ന്? അതുപോലെ തന്നെയാണ് ഇപ്പോഴും, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. കുറച്ചു കഴിഞ്ഞ് അവൾ എന്തോ തിരയുകയായിരുന്നു. എന്റെ വളകൾ കാണുന്നില്ല, അവൾ പറഞ്ഞു. അവൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അവൾ പറഞ്ഞു, ഞാനിവിടെ വെച്ച വളകൾ കാണുന്നില്ല. അവൻ പറഞ്ഞു, ഞാനത് ബാങ്കിൽ പണയം വെച്ചതാണ്. അവൾ ഞെട്ടി ചോദിച്ചു, എന്റെ അമ്മ തന്ന വളകളാണ്. നീ ആരോടാണ് ചോദിച്ച് ബാങ്കിൽ പണയം വെച്ചത്? അവൻ പറഞ്ഞു, എനിക്ക് അടിയന്തിരമായി പണം വേണമായിരുന്നു, നിന്നോട് ചോദിച്ചാൽ നീ കൊടുക്കില്ലായിരുന്നു. അവൾ പറഞ്ഞു, അതെ, ഞാൻ തരില്ല. നീ 500 രൂപ എടുത്തതിന് എന്നെ എന്തെല്ലാം പറഞ്ഞതാ? നിനക്ക് നിന്റെ കാര്യത്തിൽ എന്നെ തടയാമെങ്കിൽ എനിക്കും എന്റെ കാര്യത്തിൽ നിന്നെ തടയാം. അവൻ പറഞ്ഞു, നീ എങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നു? ഞാൻ നിന്റെ ഭർത്താവാണ്. അവൾ പറഞ്ഞു, ഞാൻ നിന്റെ ഭാര്യയുമാണ്. നീ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെയാണ് ഞാൻ ഇനി പെരുമാറുക. എന്റെ വളകൾ തിരികെ കൊണ്ടുവരൂ. ഇവൾ ചെയ്തത് ശരിയാണോ? കമന്റ് ബോക്സിൽ പറയൂ.